സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും, എന്നാൽ ആവശ്യത്തിന് ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലാതെ രോഗികൾക്ക് ദുരിത ഇടമായി. ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഭയക്കുന്ന ഡോക്ടർമാരും ജീവനക്കാരും, എല്ലാം സഹിക്കുന്ന സാധാരണക്കാരായ രോഗികൾ. നടക്കുന്നത് ഒന്നുമേ അറിയാത്ത മന്ത്രി, അതോ കണ്ണടയ്ക്കുന്നതോ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുന്ന മന്ത്രിയുടെ ജീവനക്കാർ, ഒന്നും അറിയിക്കാതെ ഇരിക്കുന്ന ആശുപത്രികളിലെ മേലധികാരികളും. ഈ അനാരോഗ്യ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? രോഗാതുരമായ സർക്കാർ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും ഇനി എത്ര കഥകളായിരിക്കും നമ്മളോട് പറയാനുണ്ടാകുക? ഇനി എത്ര ഹാരിസുമാരുടെ തുറന്നു പറച്ചിലിനാണ് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാനാകുക? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിൽ പുറത്തുവിട്ട ആ വലിയ വിസ്ഫോടനം, അതാണ് നമ്മൾ ഇന്ന് സൺഡേ ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ചർച്ചയിൽ ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഡിജോ കാപ്പൻ, BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ. ആദ്യം ശ്രീ ഡിജോ കാപ്പൻ, കേൾക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രി എന്നാണ് നമ്മൾ ക്യാപ്ഷനായി കൊടുത്തിരുന്നത്. ആരോഗ്യമന്ത്രി കേട്ടു, പ്രതികരിച്ചിട്ടുമുണ്ട്. ഡോക്ടർ വളരെ മിടുക്കനാണ്, ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഏത് സിസ്റ്റത്തിൻ്റെ? എനിക്ക് ഒരു പനി വന്നാൽ നമ്മൾ ആദ്യത്തെ ദിവസം അത് പരിശോധിക്കില്ല. രണ്ടാമത്തെ ദിവസം പനി കുറയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ കാണും. ആ ഡോക്ടർ നോക്കിയിട്ട് എന്താണ് നമ്മുടെ രോഗം എന്ന് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഒരു രോഗം വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ ഡോക്ടർ ഈ ഗവൺമെൻറ് എന്തുകൊണ്ടൊരു പരിശോധന നടത്തുന്നില്ല എന്ന് തോന്നി. ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴേക്കും ഈ തുറന്നു പറഞ്ഞ ഹരീഷിനെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ആരോഗ്യമന്ത്രി ഒരു പരിശോധനയ്ക്ക് വിധേയമായി. ഇന്നിപ്പോൾ അവർ പറയുന്ന നടപടിയൊന്നും എടുക്കുകയല്ല, സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഈ കേരളം ഭരിക്കുന്നവരോടും പറയാനുള്ളത്, ജനങ്ങളെ കയ്യിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുണ്ട്. ആ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എടുത്ത് അവർ പ്രയോഗിക്കാൻ വന്നാൽ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരും, മൂന്നാം ഘട്ടവും തുടരും എന്നൊക്കെ പറയുന്നത്, നിലമ്പൂർ അവരൊരു ചെറിയ ശസ്ത്രക്രിയ നടത്തിയത് നമ്മൾ കണ്ടു. ഇനി 2026 അവരൊരു മേജർ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്ന നിലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു ദുരന്തമായിരിക്കും. എന്തായാലും നമുക്കറിയാം, ഗവൺമെൻറ് ആശുപത്രികളിൽ സമീപിക്കുന്ന ആരാണ്? ഇവിടെ പാവപ്പെട്ട ആളുകളാണ്. ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ മിനിമം 1000 രൂപയെങ്കിലും അവിടെ നമ്മൾ ചിലവാകും എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയെ സമീപിക്കുന്നു. ഞാൻ കോട്ടയംകാരനാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിൽ പോയി രാവിലെ 8 മണിക്ക് എടുത്തപ്പോൾ 159ാമത്തെ ടോക്കണാണ്. കണ്ണിൻ്റെ രോഗത്തിന്, അദ്ദേഹത്തിൻ്റെ രോഗം കണ്ണിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അദ്ദേഹം 1 മണിയായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ എത്രമാത്രം തിരക്ക് ഒരു ജില്ലാ ആശുപത്രിയിലുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ സ്ഥിതി നമുക്കറിയാം, പല താലൂക്ക് ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്താ ചെയ്ത തെറ്റ്? ആ ഡോക്ടർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് ഇവിടെ മരുന്നിനും മറ്റുപകരണങ്ങൾക്കും ഉള്ള പണം കിട്ടുന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി വിവിധ വകുപ്പുകൾക്കുള്ള പണം അലോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. പക്ഷേ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 30 ആകുക. ജൂൺ 30 ഇവർക്കുള്ള ഫണ്ട് അലോക്കേഷൻ പോലും നടത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ മേജർ പ്രശ്നം. ഇവിടെ നമ്മൾ റീലുകളൊക്കെ കാണുന്നുണ്ട്, കേരളം ഒന്നാമതാണ്, രാജ്യത്തൊന്നാമതാണ്, ലോകത്തൊന്നാമതാണ്, കേരളത്തെ കണ്ട് പഠിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ ഡോക്ടർ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ആണ് ആ പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് പോയപ്പം അവിടുത്തെ ഒരു പ്രിൻ്റ് മാധ്യമത്തിൽ കണ്ടു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 242 ഹൗസ് സർജൻസി ഡോക്ടർമാർ പുറത്തു പോയിരിക്കുന്നു. ഇനി അടുത്ത ബാച്ച് വരണമെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടെ ആകുള്ളൂ. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സേവനം കൊടുക്കുന്ന ഹൗസ് സർജൻസ്മാർ 3 മാസക്കാലത്തേന് ഉണ്ടാവില്ല. ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ. ഇത് സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഡയറക്ടർ മന്ത്രിയെ അല്ലെ ഭരണതലത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാരാ, രോഗികളാണോ ഒന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടുവരണ്ടേ? അതെയോ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണോ? ഒരിക്കലുമല്ല. അപ്പം സിസ്റ്റത്തിൻ്റെ തകരാറ് എവിടെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പരിശോധിക്കണം. അവരൊരു നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നല്ലോ. അവരിന്നൊരു മാധ്യമപ്രവർത്തകയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നെങ്കിൽ
ഇന്ന് ഈ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി എത്രമാത്രം ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ എന്ന് ഒരു സ്വയം ആത്മപരിശോധന നടത്തണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും മറ്റും ഓരോ തരത്തിലുള്ള രോഗങ്ങളെ അഭിമുഖീകരിച്ച് അവിടെ എത്തുമ്പം ഈ ഡോക്ടർ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പല രോഗികളും മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതാരും അറിയില്ലല്ലോ. ഇപ്പോൾ ഹൗസ് സർജന്മാരില്ലാത്തത് കൊണ്ട് ഡോക്ടർമാർക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പകരം എന്നിട്ട് ആളെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 40 പേരോ മറ്റോ അവിടെ ചെന്നത്, 242 പേർക്ക് പകരം. അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കുറഞ്ഞതെന്ന് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞത്, അവർക്ക് 45,000 രൂപ കൊടുക്കുന്നത്. രാവിലെ 8 മണിക്ക് കയറിയാൽ ചില ടൈമിലൊക്കെ അത് പിറ്റേ ദിവസം വരെ തുടരും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പുരയിടത്തിലെ പണിക്ക് പോയാൽ പോലും 1000 രൂപ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എൻട്രൻസ് എഴുതി ദിവസങ്ങളോളം ഉറക്കളച്ചിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ അവരെ ഡോക്ടർമാരായി കഴിയുമ്പം അവർക്ക് നാട്ടിലെ സാധാരണക്കാരായ പണിക്കാരുടെ ശമ്പളം പോലും ഇല്ല എന്ന് പറയുന്നത് ഒരു വളരെ ദുഃഖകരമായ കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സ്റ്റാറ്റസുള്ള ആളുകൾ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിന്, സുഹൃത്തുക്കളുടെ കല്യാണത്തിന് പോലും യഥാസമയം എത്തിപ്പെടാൻ പറ്റാത്തതുപോലെ അത്രയും നിരന്തരമായ സേവനം അനുഷ്ഠിക്കേണ്ട ആളുകളാണ് ഡോക്ടർമാർ. അപ്പോൾ അവർക്ക് കാര്യമായ ഒത്ത ഒരു പ്രതിഫലം കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഡോക്ടർ എനിക്ക് നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ പേരിൽ നടപടിയെടുക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള മേജർ ശസ്ത്രക്രിയ, അനസ്തേഷ്യ പോലും കൊടുക്കാതെയുള്ള ശസ്ത്രക്രിയയ്ക്കായിരിക്കും ഗവൺമെൻറ്റിനെ വിധേയമാക്കുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.